നമസ്കാരം. ജയിലിൽ കഴിയുന്ന ഭീകരരെ പുറത്തിറക്കാനുള്ള അജണ്ടയുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ജമ്മു കാശ്മീരിലെത്തിയത്. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭിവാനി ജില്ലയിലെ ലോഹരുവിലെ BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തടവിലാക്കപ്പെട്ട എല്ലാ ഭീകരരെയും മോചിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെയും ഒമർ അബ്ദുള്ളയുടെയും ആവശ്യം. നിരോധിക്കപ്പെട്ട എല്ലാ ഭീകര സംഘടനകളുടെയും നിരോധനം നീക്കണമെന്നും പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നുണകൾ പറയുന്ന വലിയ യന്ത്രമാണ് രാഹുൽ. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത് നല്ലതാണോ ചീത്തയാണോ? ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അതാണ്. അതിനുള്ള മറുപടി നൽകിയാലും യുവാക്കളുടെ വോട്ട് ലക്ഷ്യമിട്ട് രാഹുൽ അഗ്നിവീർ പദ്ധതിയുടെ പേരിലും രാഷ്ട്രീയം കളിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ അഗ്നിവീരന്മാർക്കും അവർ സൈന്യത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തങ്ങൾ അവർക്ക് ജോലി നൽകും. ബാബർ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്തപ്പോൾ അവിടെ രാമക്ഷേത്രം പണിയുക എന്നതായിരുന്നു BJPയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടത്തി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും നിർവഹിച്ച് ലക്ഷ്യം പൂർത്തിയാക്കി. കോൺഗ്രസ് നേതാവും മുൻ ഹരിയാന മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ ഹൂഡയെയും അമിത് ഷാ വിമർശിച്ചു. ഹൂഡ ഭരിച്ചിരുന്നപ്പോൾ മിനിമം താങ്ങുവിലയിൽ എത്ര വിളകൾ സംസ്ഥാനത്ത് വാങ്ങിയിട്ടുണ്ട്? പരമാവധി 4 വിളകൾ മാത്രമാണ് അന്ന് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നായബ് സിംഗ് സൈനിയുടെ സർക്കാർ 24 വിളകൾ MSPയിൽ വാങ്ങുന്നു. 2005 മുതൽ 2014 ഹൂഡ ഹരിയാന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്ലിപ്പിലൂടെയും ചെലവുകളിലൂടെയും ജോലികൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിൽ എല്ലാം സുതാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം US സന്ദർശനത്തിനിടെ ഇന്ത്യ വിരുദ്ധ നേതാവായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തിയിരുന്നു. എന്തിനാണ് രാഹുൽ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് BJP വൃത്തങ്ങൾ ചോദിച്ചിരുന്നു. ത്രിദിന സന്ദർശനത്തിനായി US-ലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ വംശജരോടും വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് വാഷിംഗ്ടൺ DC-യിലെ റെയ്ബൺ ഹൗസ് ഓഫീസ് ബിൽഡിംഗ്സിൽ വെച്ച് ബ്രൗഡ്ലി ജെയിംസ് ചെയർമാൻ ആതിഥേയത്വം വഹിച്ച യോഗത്തിലും രാഹുൽ പങ്കെടുത്തു. US കോൺഗ്രസ് അംഗങ്ങളായ ജനാർദൻ ജോൺസൺ, രാജ കൃഷ്ണമൂർത്തി, ബാർബറ ലീ, ശ്രീ താനേഡർ, ഇൽഹാൻ ഒമർ, ഹാക് ജോൺസൺ എന്നിവരും യോഗത്തിൽ സന്നിധരായിരുന്നു. പിന്നാലെ ഇൽഹാൻ ഒമറുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവച്ച് BJP നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്തുമായി. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.